നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മാസങ്ങൾക്ക് ശേഷം ഒരു അയവുണ്ടായിരിക്കുന്നു. അമേരിക്കയും ഇറാനും സമാധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു. സംഘർഷങ്ങളില്ലാത്ത ഒരു പശ്ചിമേഷ്യ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. സംഘർഷങ്ങൾ അവസാനിച്ചു എന്നത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഒഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് ഒടുവിൽ അമേരിക്ക കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക ചെലവഴിച്ചിരിക്കുന്നത് വൻ തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്രയും ദിവസത്തെ യുദ്ധം നടത്തുന്നതിന് $111 ബില്യൺ അമേരിക്ക ചെലവിട്ടു എന്നാണ് സൂചന. 2 ദിവസത്തെ ആക്രമണത്തിന് വേണ്ടി മാത്രം, ഏറ്റവും അവസാനത്തെ 2 ദിവസത്തെ ആക്രമണത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് $200 ബില്യൺ അമേരിക്ക പൊട്ടിച്ചു കളഞ്ഞു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ കണക്കുകളാണ്, ചെലവിൻ്റെ ഈ കണക്കുകളാണ് അമേരിക്കയെ യുദ്ധത്തിൽ നിന്നും പിൻവലിക്കുന്നത്. മാത്രമല്ല, ഈ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവനാഴിയിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. അമേരിക്കൻ ആയുധപ്പുരകൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് അമേരിക്കയെ ഇപ്പോൾ വലിയ ആശങ്കയിലാഴ്ത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ നീണ്ടുപോകുന്നതാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. എന്നാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്രയധികം പണം ചെലവഴിക്കുകയും ആയുധങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത ഒരു യുദ്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. ഇത്രയധികം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രം അമേരിക്കൻ ആവനാഴി ഒഴിഞ്ഞിരിക്കുകയാണ്. $111 ബില്യൺ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട മിസൈലുകളിലെല്ലാം വലിയ കുറവ് വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് അനുസരിച്ച് മിസൈലുകളും ബോംബുകളുമെല്ലാം കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ പ്രതിരോധ കമ്പനികളെ നിർബന്ധിക്കുന്ന ഒരു ഉത്തരവിനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ അമേരിക്കൻ ആക്രമണത്തെ തടുക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാരണം പാട്രിയോട്ട് അടക്കമുള്ള മിസൈലുകളും താഡ് ഇൻ്റർസെപ്റ്ററുകളുമെല്ലാം വലിയ രീതിയിൽ കുറവ് വന്നിരിക്കുന്നു. ഇതെല്ലാം അമേരിക്കയുടെ അഭിമാനകരമായ ആയുധങ്ങളായിരുന്നു. ഇതെല്ലാം എടുത്ത് ആദ്യമേ തന്നെ അങ്ങ് പ്രയോഗിക്കുകയും പിന്നീട് ആയുധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അമേരിക്ക പോയി എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതാനും ചില ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയാൽ ഇറാൻ ഭരണകൂടത്തെയും അതുപോലെ തന്നെ ഇറാൻ എന്ന രാജ്യത്തെയും ഇല്ലാതാക്കാം എന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ ഇറാൻ ഭരണകൂടത്തെ എടുത്തുമാറ്റുവാനോ ഇറാൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനോ ഒന്നും ഈ യുദ്ധം കൊണ്ട് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞ ഫെബ്രുവരി മാസം 28 ഈ ഇറാനിൽ ആരംഭിച്ച യുദ്ധം സമ്പൂർണമായ പരാജയമായി മാറുന്നു എന്ന് തന്നെയാണ്. അതായത് സൈനിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ 2 രാജ്യങ്ങളും പരാജയപ്പെട്ടു. മാത്രമല്ല, അമേരിക്കൻ ആയുധപ്പുരകൾ കാലിയാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബോംബുകളും മിസൈലുകളുമെല്ലാം അടിയന്തര പ്രാധാന്യത്തോടുകൂടി നിർമ്മിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ ഇത്തരത്തിൽ അമേരിക്കയുടെ ആയുധപ്പുരകൾ ഒഴിച്ചിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഇറാൻ്റെ യുദ്ധതന്ത്രമാണ് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇറാൻ പ്രധാനമായും ആശ്രയിച്ചത് മിസൈലുകളെ ആയിരുന്നില്ല, മറിച്ച് ഡ്രോണുകളെ ആയിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശക്തമായി തന്നെ തങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഡ്രോണുകളും ചെറിയ തോതിൽ മിസൈലുകളുമാണ് പ്രയോഗിച്ചത്. പ്രധാനമായും ഡ്രോണുകളെയാണ് ഈ യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ചത്. വളരെ ചെലവ് കുറഞ്ഞ് നിർമ്മിക്കുന്ന $20,000 മാത്രം വിലയുള്ള ഒരു ഡ്രോണിനെ പ്രതിരോധിക്കാനായി അമേരിക്കൻ സൈന്യത്തിന് ഏതാണ്ട് $40 ലക്ഷം വിലയുള്ള ഒരു മിസൈൽ ചെലവാക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്ക അവരുടെ ഏറ്റവും പിടിപ്പുള്ള ആയുധങ്ങളും മിസൈലുകളുമാണ് ഉപയോഗിച്ചത്. ഇതാണ് അമേരിക്കയുടെ ആവനാഴിയിൽ വലിയ വിള്ളലുണ്ടാക്കിയതെന്നും ഇത് ഇറാൻ്റെ ഒരു തന്ത്രമായിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതാണ്ട് അവസാനത്തെ 2 ദിവസത്തെ യുദ്ധത്തിന് വേണ്ടി മാത്രം $200 മില്യൺ ചെലവാണ് അമേരിക്കയ്ക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ യുദ്ധതന്ത്രം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വകവരുത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ സമ്പൂർണ്ണമായും കീഴടങ്ങും എന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷേ ഇറാൻ്റെ മിസൈൽ ശേഖരം അത് അതിബൃഹത്തായിരുന്നു. മാത്രമല്ല, ഇറാന് വളരെ വിശാലമായ ഡ്രോൺ ശേഖരങ്ങളുമുണ്ട്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ പ്രതിരോധം തീർത്തതോടുകൂടി അമേരിക്ക പ്രതിസന്ധിയിലായി.
മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് അടച്ചു കളയുകയും ചെയ്തു. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന കാര്യത്തിൽ സംശയമില്ല. ആയുധം തീരുന്നതിനാൽ എത്രയും വേഗം മിസൈലുകളും ബോംബുകളുമെല്ലാം നിർമ്മിച്ചു കൂട്ടാൻ പ്രതിരോധ നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെടുന്ന ഉത്തരവിലാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. മാസങ്ങളും വർഷങ്ങളും നീളുന്ന യുദ്ധങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സൈനിക ശേഷി എന്നറിയുന്ന അമേരിക്കയുടെ സൈന്യത്തിന് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അമേരിക്കയുടെ ഈ പ്രതിസന്ധി അകറ്റാനാണ് അമേരിക്ക നേരത്തെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ആക്രമണത്തിൽ നിന്നും പിന്മാറിയത്. അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെ പണം ചിലവാക്കി നികുതിദായകരുടെ പണമെടുത്ത് ഏതെങ്കിലും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതിന് പാർലമെൻറ്റിൻ്റെ അനുമതി വേണം. എന്നാൽ ആദ്യത്തെ 90 ദിവസം അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സൈനിക നടപടികൾ നടത്താൻ ട്രംപിന് അധികാരമുണ്ട്. ഈ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രംപ് വലിയ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് മടങ്ങാൻ അമേരിക്ക മുൻകൈയെടുക്കുകയായിരുന്നു. $111 ബില്യൺ ചെലവായ ആ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് മടങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അവരുടെ സൈനിക ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും യുദ്ധം ശുഭപര്യവസാനിയായി അവസാനിപ്പിച്ച് ലോക സമാധാനത്തിന് ഒരു പുതിയ തിരിവെളിച്ചം കൊളുത്തുവാനും മാത്രമല്ല ഈ ഹോർമൂസ് കടലിടുക്കിലെ അടക്കം പ്രതിസന്ധികൾ ഇല്ലായ്മ ചെയ്യാനും ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് യുദ്ധക്കൊതി മാറിയിട്ടില്ല. ഇനിയും ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ്റെ സൈനിക ശേഷിയെ തകർക്കണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.